5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ ലഡു ആണ്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ മെയിൻ ആയിട്ട് വേണ്ടുന്നത് റവയാണ്. 1 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയിൽ 2 ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. 1/4 കപ്പ് തേങ്ങ ചിരകിയത്. തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടുന്നത് അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. ആദ്യം റവയൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിയേണ്ട കാര്യമില്ല. പൾസ് ബട്ടണിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി പാനിലോട്ട് തേങ്ങയൊന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്യണ്ട. തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ച് തേങ്ങയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇനി പാനിലേക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി ആ പൊടിച്ചു വെച്ച റവയൊന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട്. നല്ലൊരു മണം വരുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ നല്ലതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും ഇനി നമുക്ക് പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. ഇനി ആ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് ആ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നല്ലതായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവമായാൽ മതി. റവ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഞാനൊരു 1/4 കപ്പ് പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ലഡു കഴിക്കാനായിട്ട്. പാല് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ആ വറുത്ത് വെച്ച റവയിലോട്ട് ഇതങ്ങ് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കണം. ഇപ്പൊ നല്ല ചൂടായിരിക്കും. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് തടകിയതിന് ശേഷം ഉരുട്ടിയെടുത്താൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലഡു ആണെന്ന്. കഴിക്കാനായിട്ടും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ആണ്. ആ പാലിന്റെയും നെയ്യുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത്. വറുത്ത കാഷ്യൂ വെച്ചാണ് ഞാനിത് ഗാർണിഷ് ചെയ്യുന്നത്. ലഡു ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഞാൻ ഈ ചെയ്ത രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.